തല്ലുന്നവരുടെ കൂട്ടത്തിൽ ഈ നാട്ടിലെ പൗരന്മാരുണ്ടായിരുന്നു. മുഖം മറച്ച് സാധാരണ മഫ്തി വേഷത്തിലുള്ള ഗുണ്ടകൾ. പക്ഷെ നിയമവ്യവസ്ഥ, ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന് അതീതമല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ലിബർട്ടി ഈസ് ദ സുപ്രീം. അതാണ് ഏറ്റവും മുകളിലുള്ള കാരണം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അന്ന് അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റു ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. വി മേഡ് എ ട്രിസ്റ്റ് വിത്ത് ദ ഡെസ്റ്റിനി. വിധിയുമായിട്ട് നമ്മൾ ഒരു ഉടമ്പടി നടത്തി. ഈ ഉടമ്പടി എന്താണെന്ന് വച്ചാൽ ഒരു രാഷ്ട്രത്തെ നിർമ്മിക്കുക, ജനങ്ങളുമായി ഒരു വളരെ ഗാഢവും ഊഷ്മളവുമായ ഒരു ഉടമ്പടിയുടെ പേരിൽ ഒരു പുതിയ രാഷ്ട്രത്തെ നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടനയിലെ ആദ്യത്തെ വാക്ക് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നാം ഭാരതീയരായ നാം, നമുക്ക് നൽകുന്ന ഭരണഘടനയാണിത്. ഇത് സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു രേഖയല്ല, ജനങ്ങൾക്ക് പരമാധികാരം നൽകുന്ന ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിൽ ജനങ്ങളുടെ വിശ്വാസത്തിന് എതിരായി എപ്പോൾ സർക്കാർ നീങ്ങുന്നുവോ ആ സമയത്തെല്ലാം അത് ഓർമ്മിപ്പിക്കാനുള്ള കർത്തവ്യം ജനങ്ങൾക്കുണ്ട്. അതാണ് പ്രതിഷേധങ്ങൾ. ഭരണഘടനയുടെ 19-ാം അനുച്ഛേദമനുസരിച്ച് നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, സംസാര സ്വാതന്ത്ര്യമുണ്ട്, ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കൂട്ടായ്മകൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാം ഒരു പരിമിതികൾക്കകത്തായിരിക്കണം എന്ന് മാത്രം. പക്ഷെ ഈ പരിമിതികൾ അപവാദങ്ങളാണ്, അതല്ല നിയമം. ഒരു ജനാധിപത്യത്തിൽ നിരന്തരമായി സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ് നിങ്ങൾ ഞങ്ങളുമായി നടത്തിയ ഉടമ്പടി ലംഘിക്കപ്പെടുന്നു, നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പ്രതിഷേധിക്കും. നിയമവ്യവസ്ഥ വളരെ പ്രധാനമാണ്. നിയമവ്യവസ്ഥയുടെ അകത്ത് നിന്ന് തന്നെ വേണം പ്രതിഷേധം. ഡൽഹിയിൽ നടന്ന പ്രതിഷേധം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നിയമവ്യവസ്ഥ, ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന് അതീതമല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ലിബർട്ടി ഈസ് ദ സുപ്രീം. അതാണ് ഏറ്റവും മുകളിലുള്ള കാരണം. ഇതിനെ നേരിടാനുള്ള, പ്രതിഷേധങ്ങളെ നേരിടാനുള്ള സർക്കാരിൻ്റെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥ നിലനിർത്താനുള്ള സർക്കാരിൻ്റെ അധികാരങ്ങൾ വളരെ പരിമിതമായിരിക്കണം. അത് നിയമാനുസൃതമായിരിക്കണം, അത് ആനുപാതികമായിരിക്കണം. അതിന് കാരണവും ഉണ്ടായിരിക്കാം. പക്ഷെ ഡൽഹിയിൽ എന്താണ് നടന്നത്? ഡൽഹിയിൽ നടന്ന കാര്യങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠാകുലനാക്കിയത് വാങ്ചുക്കിനെ കമ്പിളിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയതോ പിഞ്ചു വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതോ അല്ല. തല്ലുന്നവരുടെ കൂട്ടത്തിൽ ഈ നാട്ടിലെ പൗരന്മാരുണ്ടായിരുന്നു. മുഖം മറച്ച് സാധാരണ മഫ്തി വേഷത്തിലുള്ള ഗുണ്ടകൾ വിദ്യാർത്ഥികളെ തല്ലുന്ന കാഴ്ച കണ്ടു. ഇതെന്നെ ഓർമ്മിപ്പിച്ചത് ഏതാണ്ട് 100 വർഷം മുമ്പ് ഹിറ്റ്ലർ ഭരണത്തിൽ തുടരണം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു പറ്റം ആളുകൾ ബ്രൗൺ ഷർട്ട് ധരിച്ച് റോഡുകളിൽ ഇറങ്ങി പ്രതിഷേധക്കാരെ തല്ലിച്ചതയ്ക്കുമായിരുന്നു പോലീസുകാരുടെ കൂടെ. ഇത് പോലീസുകാരുടെ കൂടെ ഒരുമിച്ച് നിന്ന് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ച ഒരു കൂട്ടം ആളുകളും ഡൽഹിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം ചരിത്രത്തിൻ്റെ പിൻപറ്റി പോവുകയാണെങ്കിൽ അത് വളരെ ഉത്കണ്ഠാകുലമായ
ഒരു ഭാവിയെയാണ് സൂചിപ്പിക്കുന്നത്.